ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്തറക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മിക്സ്ചർ എലിഗേഷൻ്റെ പാർട്ട് 2 ആണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോമെട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നോക്കുന്നതായിരിക്കും. അപ്പോൾ അഡ്വാൻസ് മാത്ത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് മടുപ്പായിപ്പോൾ. അതുകൊണ്ട് അരിത്തമെറ്റിക്കിൻ്റെ ഒരു ടോപ്പിക്ക്, പിന്നെ അഡ്വാൻസ് മാത്തിൻ്റെ ഒരു ടോപ്പിക്ക്, അങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ ദാറ്റ് സെഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്വസ്റ്റ്യൻ പറയാമെന്ന് പറഞ്ഞാലും അത് ഈ സീരീസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. സോ ദാറ്റ് നെക്സ്റ്റ് സെഷനിൽ, ഇനിയിപ്പം അടുത്ത സെഷൻ വേറെ ക്വസ്റ്റ്യൻ ആണ്, വേറെ ടോപ്പിക് ആണെങ്കിലും എനിക്ക് ആ ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, എസ്പെഷ്യലി നമ്മൾ ഓഫ്ലൈൻ എടുക്കാൻ നേരം എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു ഇതുണ്ട്. പക്ഷേ നിങ്ങളുടെ കേസിൽ അതില്ല. അതുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് എനിക്ക് എലാബറേറ്റ് ചെയ്ത് അടുത്ത കേസിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. എ ജാർ കണ്ടെയ്ൻഡ് എ മിക്സ്ചർ ഓഫ് 2 liquids A and B in the ratio 4:1. When 10 liters of the mixture was taken out. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് ചെയ്യാൻ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു എഴുതുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോവും. നോക്കിയേ, എയും ബിയും 2 ലിക്വിഡ് ഉണ്ട് 4:1 എന്നുള്ള റേഷ്യോയിൽ. ആ ഒരു മിക്സ്ചറിൽ നിന്ന് ഒരു 10 ലിറ്റർ എടുത്ത് മാറ്റി പിന്നെ ഒരു 10 ലിറ്റർ നിറച്ചു. എന്ത് നിറച്ചു? ലിക്വിഡ് ബി നിറച്ചു. അപ്പോൾ എന്ത് വന്നു? അപ്പോൾ എന്തായി റിസൾട്ടൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 2:3 എന്നുള്ള റേഷ്യോയിലായി A:B എന്നുള്ള ലിക്വിഡിൻ്റെ റേഷ്യോ. എങ്കിൽ ഇനിഷ്യലി എ എന്ന് പറയുന്ന ലിക്വിഡ് ആ ജാറിനകത്ത് എത്ര ഉണ്ടായിരുന്നു? ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്തു. ഒരു കാര്യം ഉണ്ടല്ലോ, 10 ലിറ്റർ മാറ്റി മിക്സ്ചർ, അതിൽ നിന്ന് പിന്നെ അതിലോട്ട് പിന്നെ 10 ലിറ്റർ ആഡ് ചെയ്തു. അതായത് 10 ലിറ്റർ മിക്സ്ചർ മാറ്റിയിട്ട് 10 ലിറ്റർ ബി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസമുണ്ടോ? എയുടെയും ബിയുടെയും അളവിന് വ്യത്യാസമുണ്ട്, പക്ഷേ ടോട്ടൽ ക്വാണ്ടിറ്റി സെയിം ആണ്. ഇത് ഒന്നാമത്തെ കൺസെപ്റ്റ് നമ്പർ 1 ആണേ. ഇനിയും വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു 40 ലിറ്റർ ഉണ്ടായിരുന്നു. ഇത് എക്സാമ്പിളാണ്, ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധമില്ല, പക്ഷേ ഞാൻ റേഷ്യോ എടുക്കുന്നതെന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുവാണ്. സപ്പോസ് ഇത് 40 ലിറ്റർ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള അല്ലാതെ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുന്നതാണ്. 40 ലിറ്റർ ഉണ്ടെന്ന് വെച്ചോ. എയും ബിയും ഒരുമിച്ച് 40 ലിറ്റർ ഉണ്ട്. ഏത് റേഷ്യോയിൽ? ഈ റേഷ്യോ തന്നെ എടുത്തോ, 4:1. അതിൻ്റെ അർത്ഥം രണ്ടും കൂടെ ചേർത്ത് 5 യൂണിറ്റ്. അപ്പോൾ 5 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എത്ര? 5 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 40 ലിറ്റർ. 5നെ 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 40 കിട്ടുന്നത്. അതായത് ഇത് ഓരോന്നിനെയും 4 കൊണ്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32ഉം 8ഉം ലിറ്റർ. അതായത് ഇനിഷ്യലി 32 ലിറ്റർ എ ഉണ്ടായിരുന്നു, 8 ലിറ്റർ ബി ഉണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് ഇനി എന്താ 10 ലിറ്റർ ഞാൻ മാറ്റിയെന്ന് വെച്ചോ. അപ്പം നോക്കിക്കേ, 4:1 അർത്ഥം എന്താ? മൊത്തത്തിൽ 5 ഉണ്ടെങ്കിൽ അതിൽ 4 പാർട്ട് എ ആയിരിക്കും. അപ്പോൾ 10 ലിറ്റർ എടുത്ത് മാറ്റുവാണെങ്കിൽ, മിക്സ്ചർ 10 ലിറ്റർ എടുത്ത് മാറ്റുകയാണെങ്കിൽ 10ൻ്റെ 5ൽ 4 പാർട്ടും പോകുന്നത് ഏതായിരിക്കും? എ ആയിരിക്കും പോകുന്നത്. പിന്നെ ബി എത്ര കുറയും? മൊത്തത്തിൽ 5 ഉണ്ടെങ്കിൽ അതിൽ ബി എത്ര പാർട്ടുണ്ട്? 1 പാർട്ടുണ്ട്. അപ്പോൾ 5-1 10ൻ്റെത്, 10 ലിറ്റർ മാറ്റുന്നതിൽ 5-1 കുറയുന്നത് ഏതായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, 2 ഇവിടുന്ന് 8 ലിറ്റർ കുറയും, ഇവിടുന്ന് 2 ലിറ്റർ കുറയും. അപ്പോൾ 32ൽ നിന്ന് 8 പോയി, ഇപ്പോൾ 24 ലിറ്റർ എയും ഉണ്ട്. 8ൽ നിന്ന് 2 പോയി, ഇപ്പോൾ 6 ലിറ്റർ ബിയും ഉണ്ട്. അപ്പോൾ റേഷ്യോ എടുത്തേ, 4:1. ഇതാണ് ഞാൻ പറയാൻ വന്ന കൺസെപ്റ്റ്. അതായത് ഒരു മിക്സ്ചർ ഇവിടുന്ന് ആദ്യത്തേതിൽ നിന്ന് എ മാത്രം ഇത്ര മാറ്റിയെന്ന് പറയുന്നില്ല, ബി മാത്രം ഇത്ര മാറ്റിയെന്ന് പറയുന്നില്ല. എയും ബിയും അടങ്ങുന്ന ആ മിക്സ്ചർ എത്ര? 10 ലിറ്റർ അല്ലെ എത്ര ലിറ്റർ ആണോ അത്രയും മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം മിക്സ്ചർ മാറ്റുവാണെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ അതിനകത്തുള്ള എൻ്റെയും ബിൻ്റെയും റേഷ്യോ മാറത്തില്ല, അളവ് മാറും. 24ഉം 6ഉം തുടക്കത്തിൽ 32ഉം 8ഉം ഉണ്ടായിരുന്നു, ഇപ്പോൾ 24ഉം 6ഉം ഉള്ളൂ. പക്ഷേ റേഷ്യോ റിമെയിൻസ് ദ സെയിം. അതൊരു കൺസെപ്റ്റാണ്, കൺസെപ്റ്റ് നമ്പർ 2. സോ ഒരു മിക്സ്ചറിൽ നിന്ന് വെനെവർ വി റിമൂവ് എ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഫ്രം എ മിക്സ്ചർ, ദ റേഷ്യോ റിമെയിൻസ് ദ സെയിം. അത് ആലോചിച്ച് വെച്ചോണ്ട്. ഇത് ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ട്, ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറയാൻ പോവാം. നോക്കിക്കേ, അപ്പോൾ 10 ലിറ്റർ മാറ്റിയതിന് ശേഷം, മിക്സ്ചർ മാറ്റിയതിന് ശേഷമുള്ള റേഷ്യോ എത്ര? എയും ഉണ്ട് ബിയും ഉണ്ട്. ആഫ്റ്റർ 10 ലിറ്റർ റിമൂവ്ഡ് റേഷ്യോ എത്ര? 4:1 തന്നെ. റേഷ്യോയ്ക്ക് ചേഞ്ചും ഇല്ല. ഇനി ഇപ്പം റേഷ്യോ എത്രയായി? ഫൈനൽ റേഷ്യോ A:B എന്ന് പറയുന്നത് 2:3. 2:3 അല്ലേ?
അപ്പോൾ 2:3 ആയി. നോക്കിക്കേ, ഇതിനകത്ത് വ്യത്യാസമില്ലാത്തത് ഏത്? രണ്ടാമത് ആഡ് ചെയ്തത് ബി ആണ്. ഈ റേഷ്യോയിൽ നോക്കുവാണെങ്കിൽ ബി ആണ് രണ്ടാമത് ആഡ് ചെയ്തത്. അതായത് രണ്ടാമത് ചേഞ്ച് വന്നത് ആർക്കാ? ബിക്കാ. എക്ക് രണ്ടാമത് ചേഞ്ച് വരുന്നില്ല. എ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നില്ല. അതായത് രണ്ടാമത് എക്ക് ചേഞ്ച് വരുന്നില്ല. നോക്കിയേ, 10 ലിറ്റർ മാറ്റിയതിന് ശേഷം നമ്മൾ എ എന്തെങ്കിലും കുറയ്ക്കുവോ എടുക്കുകയോ ഒന്നുമില്ലല്ലോ 10 ലിറ്റർ മാറ്റിയതിന് ശേഷം. അപ്പോൾ എ റിമെയിൻസ് ദ സെയിം. പക്ഷേ ആദ്യത്തെ 10 ലിറ്റർ മാറ്റിയതിന് ശേഷം എ 4 യൂണിറ്റ് എങ്കിൽ ഫൈനൽ റേഷ്യോയിൽ 2 യൂണിറ്റാണ്. അത് വരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മൊത്തത്തിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4:6. ഈ റേഷ്യോ അതുപോലെ തന്നെ എടുത്തെഴുതി. ഇതിൻ്റെ ഉപകാരം എന്തുവാ? ആദ്യം എ 4 യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് 10 ലിറ്റർ മാറ്റിയതിന് ശേഷം 4 യൂണിറ്റ് ഉണ്ടെങ്കിൽ അവസാനവും 4 യൂണിറ്റ് തന്നെ. എക്ക് വ്യത്യാസമില്ല. ഏതല്ല നമ്മൾ ചേർക്കുന്നത്? ബി ആ ചേർക്കുന്നത്. അപ്പം നോക്കിക്കേ, 4:6 എന്നുള്ള റേഷ്യോ ആണ്, അല്ലെങ്കിൽ 4:6 യൂണിറ്റ് ഉണ്ട് ഫൈനലി എയും ബിയും. ഇനിയും എത്ര യൂണിറ്റാണ് ചേർത്തേ? കൂടിയത് ബി 5 യൂണിറ്റ് ബി ഇൻക്രീസ് ആയി. ആ 5 യൂണിറ്റ് ബി ആഡ് ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് എത്രയും 10 ലിറ്റർ ചെയ്തു എന്ന് പറയും. ഗുണം 2 ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇനിഷ്യൽ ക്വാണ്ടിറ്റി. കാരണം ആദ്യം അത്രയും തന്നെ അവസാനവും ഈ മിക്സ്ചറിനകത്ത് കാണും. ആദ്യം 10 ലിറ്റർ മിക്സ്ചർ മാറ്റുന്നു, ബി ഒഴിക്കുന്നു. എന്തായാലും 10 മാറി 10 വന്നേ ടോട്ടൽ. അപ്പോൾ ഇപ്പം എത്ര യൂണിറ്റ് ഉണ്ട്? 4 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം 5 യൂണിറ്റ് എന്ന് പറയുന്നത് 10 ലിറ്റർ ആണെങ്കിൽ 10 യൂണിറ്റ് എന്ന് പറയുന്നത് 20 ലിറ്റർ ഉണ്ട്. അതായത് ഇപ്പോൾ 20 ലിറ്റർ ആ മിക്സും കൂടെ ചേർത്ത് ഇപ്പോൾ 20 ലിറ്റർ ഉണ്ട്. ആ 20 ലിറ്റർ തന്നെയല്ലേ ഉള്ളേ? ചേഞ്ച് ആവത്തില്ല. കാരണം എങ്ങനെ? 10 ലിറ്റർ മിക്സ്ചർ ഈ ഒരു ജാർ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ 10 ലിറ്റർ മാറ്റി മിക്സ്ചർ, എന്നിട്ട് 10 ലിറ്റർ ബി ചേർത്തു. ഓക്കെ, ഇത്രയും കുറയുവാണ്, പിന്നെയും 10 ലിറ്ററാണ് വന്ന് നിറയുന്നത്. അളവ് വ്യത്യാസമില്ല. അപ്പോൾ എന്തായി? ഇനിഷ്യലി എത്ര ആയിരുന്നു റേഷ്യോ? ഇനിഷ്യൽ റേഷ്യോ 4:1. അതായത് 4ഉം 1ഉം മൊത്തത്തിൽ 5 യൂണിറ്റ് ഉണ്ടായിരുന്നു എയും ബിയും കൂടെ ചേർത്ത്. അത് എത്ര ലിറ്ററാണ്? 20 ലിറ്റർ. 5 എങ്ങനെ 20 ആയി? ഈ കേസിൽ ഇൻറ്റു എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറഞ്ഞ് 20 ലിറ്റർ ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20/5 4 ലിറ്ററാണ്. ഓക്കെ, അപ്പോൾ എത്ര പാർട്ടാണ് എ ഉള്ളത്? 4 പാർട്ടല്ലേ? അപ്പം 1 യൂണിറ്റ് 4 ലിറ്റർ ആണെങ്കിൽ 4 യൂണിറ്റ് എന്ന് പറയുന്നത് 4 × 4 16 ലിറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി. അപ്പം 1, 2, 3, 4 സ്റ്റെപ്പിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഈ ഒരു കാര്യം നല്ല രീതിയിൽ പഠിച്ചോണം. കാരണം ഈ പറഞ്ഞ 2 കൺസെപ്റ്റ്, ആദ്യത്തെ അവസാനത്തെയും ടോട്ടൽ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. ആൻഡ് ഒരു കാര്യത്തിൽ നിന്ന്, ഒരു മിക്സ്ചറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ അളവ് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ റേഷ്യോയ്ക്ക് വ്യത്യാസം കാണത്തില്ല. ഈ 2 കൺസെപ്റ്റും നല്ല അച്ചട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം പുഷ്പം പോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിച്ചോണം. ഇനിയിപ്പോൾ വെണ്ടർ ചേഞ്ച് വരികയാണെങ്കിൽ തന്നെ കൺസെപ്റ്റ് ഉറച്ചിട്ടുള്ളൊരു കുട്ടിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല. സമയം കൂടുമായിരിക്കും, പക്ഷേ അതെല്ലാവരെയും ബാധിക്കുന്ന കാര്യം തന്നെ. എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. In a mixture of 75 liters, the ratio of milk to water is 2:1. The amount of water to be further added to the mixture so as to make the ratio of milk to water. അപ്പോൾ മിൽക്കും ഉണ്ട് വാട്ടറും ഉണ്ട്. ഇത് ഇനിഷ്യൽ കേസ്. ഓക്കെ, ആദ്യത്തെ റേഷ്യോ എത്ര ആയിരുന്നു? 2:1. ഇത് ഫൈനൽ റേഷ്യോ എന്തായി? ഇപ്പം എൻ്റെ റേഷ്യോ എന്താ? മിൽക്ക് ഈസ്റ്റ് വാട്ടർ 1:2. നോക്കിക്കേ, എന്തിനാ വ്യത്യാസം വരുന്നത്? 75 ലിറ്റർ ഉണ്ടായിരുന്നു. എമൗണ്ട് ഓഫ് വാട്ടർ ടു ബി ഫർദർ ആഡഡ്, അതായത് വെള്ളമല്ലേ അഡീഷണൽ വരുന്നത്. അപ്പോൾ ചേഞ്ച് വരുന്ന ഏതിൻ്റെ അളവിനാ? വെള്ളത്തിൻ്റെ അളവിനാ. പാല് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ആദ്യത്തെ കേസിൽ 2 യൂണിറ്റ് പാലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 കപ്പ് പാലുണ്ടെങ്കിൽ അവസാനവും 2 കപ്പ് തന്നെ പാല് കാണണം. പക്ഷേ ഇവിടെ ഒന്നെന്നാണ് എഴുതിയേക്കുന്നത്. അത് റേഷ്യോ ബാലൻസിങ് ഓഫ് ടേംസ് എന്ന് പറയുന്നൊരു മെത്തേഡിൽ ഈക്വൽ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2നെയും 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്രയായി? ഇത് പഴയതുപോലെ 2:1 ആയി, ഇത് 2:4 ആയി. ഇപ്പം എന്താ? ആദ്യം 2 യൂണിറ്റ് പാലുണ്ടെങ്കിൽ അവസാനവും 2 യൂണിറ്റ് പാലുണ്ട്. പാലിന് വ്യത്യാസമില്ല. എത്ര യൂണിറ്റ് അധികം വെള്ളം ചേർത്തേ? 3 യൂണിറ്റ് വെള്ളം അധികം ചേർത്തു. ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? ഇനിഷ്യലി എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു? 2 യൂണിറ്റ് പാലും 1 യൂണിറ്റ് കപ്പും, മൊത്തത്തിൽ 1 യൂണിറ്റ് വെള്ളവും, മൊത്തത്തിൽ 3 യൂണിറ്റ് മിക്സ്ചർ എന്ന് പറയുന്നതാണ് എത്ര ലിറ്റർ? 75 ലിറ്റർ എന്ന് പറയുന്നത്. 3 എങ്ങനെ 75 ആയി? ഗുണം 25 ചെയ്യുമ്പോൾ. എങ്കിൽ ആഡ് ചെയ്യേണ്ടതും എത്ര ക്വാണ്ടിറ്റിയാണ്? വെള്ളം. 3 യൂണിറ്റ് വെള്ളം അധികം ചേർക്കണം. അപ്പം 3 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര തന്നെ? 75 ലിറ്റർ. അതായത് എത്ര യൂണിറ്റ് വെള്ളം ചേർക്കണം?
ഓപ്ഷൻ സി 75 ലിറ്റർ വെള്ളം നമ്മൾ ചേർക്കണം. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് അലിഗേഷൻ വെച്ച് നമ്മൾ ചെയ്യും. നമ്മൾ അലിഗേഷൻ പറഞ്ഞത് സെപ്പറേറ്റ് നോട്ട് ചെയ്തോണം. നോക്കിയേ, എ മിക്സ്ചർ ഓഫ് 40 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ് 10% ഓഫ് വാട്ടർ. ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു മേക്ക് ദ വാട്ടർ 20%? രണ്ട് മിക്സ്ചർ ഉണ്ട്, ഒന്നാമത്തെ മിക്സ്ചറും രണ്ടാമത്തെ മിക്സ്ചറും. അപ്പോൾ ഒന്നാമത്തെ മിക്സ്ചറിൽ എത്ര ശതമാനം വെള്ളമുണ്ട്? നമ്മൾ രണ്ട് മിക്സ്ചറിലെയും വെള്ളം വെച്ചിട്ടാണ് അലിഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ശതമാനം വെച്ചിട്ടാണ് അലിഗേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു പേഴ്സൻറ്റേജ് എഴുതാം, ആവറേജ് എഴുതാം, സ്പീഡ് എഴുതാം, പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് എഴുതാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ 3 സാധനങ്ങൾ എഴുതുമല്ലോ. അലിഗേഷൻ സ്ട്രക്ചറിൽ ഫസ്റ്റ് 3 പാർട്ടിൽ എഴുതാനായിട്ട് പറ്റും. അങ്ങനെ ആ കാര്യങ്ങൾ വെച്ചിട്ട് അലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ പേഴ്സൻറ്റേജ് ആണ്, പേഴ്സൻറ്റേജ് വെച്ച് നമുക്ക് ചെയ്യാമേ. ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ അലിഗേഷൻ ചെയ്തു എന്ന് മനസ്സിലാക്കാം. രണ്ട് കാര്യം മിക്സ് ആവുന്നുണ്ട്. എന്തൊക്കെ കാര്യം? ആദ്യത്തെ മിക്സ്ചറിലെ 10% വെള്ളവും രണ്ടാമത്തെ മിക്സ്ചറിലെ എത്ര അറിയത്തില്ല. രണ്ടാമത്തെ മിക്സ്ചറിൽ ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് നമുക്ക് പറയാം. നോക്കിയേ, ആദ്യത്തെ മിക്സ്ചറിൽ 10% വെള്ളമേ ഉള്ളൂ. രണ്ടാമതൊരു കപ്പുണ്ട്, അതിനകത്ത് മൊത്തം വെള്ളമാണ്. എത്ര വാട്ടർ ആഡ് ചെയ്യണമെന്ന്, അതായത് ഒരു കപ്പിൽ വെള്ളം എത്ര ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മൊത്തം വെള്ളമുള്ള ഒരു കയ്യിലൊരു കപ്പുണ്ട്, ഒരു മിക്സ്ചർ ഉണ്ടെങ്കിൽ, മിക്സ്ചർ എന്ന് പറയാൻ പറ്റത്തില്ല, വെള്ളം ഉണ്ടെങ്കിൽ അതിനെ ശതമാനം കണക്കിൽ എങ്ങനെ പറയുന്നത്? ഒരു കാര്യം മൊത്തം വെള്ളമെന്ന് പറഞ്ഞാൽ 100% വെള്ളമാണ്. അപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ എത്ര? പ്യുവർ വാട്ടർ മാത്രമല്ല, വേറൊന്നുമില്ല. അപ്പോൾ 100% വെള്ളമാണ്. അപ്പോൾ 10% വെള്ളമുള്ള ഒരു ലിക്വിഡും 100% മൊത്തം വെള്ളമുള്ളൊരു ഗ്ലാസ്സും എടുത്ത് മിക്സ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടൊരു റിസൾട്ടൻ്റ് എഫക്റ്റ് വരുന്നു. എന്ത്? കിട്ടുന്ന മിക്സ്ചറിന് 70% വെള്ളമാണ്. അപ്പം വെള്ളത്തിൻ്റെ ശതമാനം വെച്ച് നമുക്ക് അലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കേ, 100 - 70 30:70 - 10 എത്ര? 60. അതായത് 30:60 1:2 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? വാട്ടർ കണ്ടെയ്ൻസ് ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു മേക്ക് ദ വാട്ടർ 20 ഒരു മിസ്റ്റേക്ക് വന്ന് 20% രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ 20% വെള്ളമാണ് കിട്ടേണ്ടത്. അപ്പം ഇതെത്ര വരും? ഇത് 80 വരും, ഇത് 10 വരും. അതായത് 80:10. അപ്പം 8:1 എന്നുള്ള റേഷ്യോ കിട്ടി. അതായത് ആദ്യത്തെ മിക്സ്ചർ 8 യൂണിറ്റും രണ്ടാമത്തെ മിക്സ്ചർ 8 യൂണിറ്റും കൂടെ എടുത്ത് മിക്സ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നതിനകത്ത് 20% വെള്ളം കിട്ടത്തുള്ളൂ. അപ്പം ആദ്യത്തേത് എത്ര യൂണിറ്റുള്ള? 8 യൂണിറ്റുള്ള 8 യൂണിറ്റ് മിക്സ്ചർ ഉണ്ട് ആദ്യത്തെ മിക്സ്ചർ എന്ന് പറയുന്നത് തന്നെയാണ് എത്ര റിയൽ വാല്യൂവിൽ? 40 ലിറ്റർ. അല്ലെ 8 കപ്പ് എന്ന് പറയുന്നതാണ് 40 ലിറ്റർ. അങ്ങനെയെങ്കിൽ ഒരു കപ്പ് എത്ര? 40/8 5 ലിറ്റർ ആയിരിക്കും. നമ്മുടെ ചോദിച്ചേക്കുന്നത് എന്തുവാ? എത്ര ലിറ്റർ? ഒരു കപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പ് സെക്കൻഡ് മിക്സ്ചർ ആഡ് ചെയ്യണം, സെക്കൻഡ് വാട്ടർ മാത്രമുള്ള ലിക്വിഡ്. അപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ? 5 ലിറ്റർ. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. അതായത് ഓരോ ലെവൽ കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫർദർ നിങ്ങളുടെ പ്രോഗ്രസ് കണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിരിക്കും, എല്ലാ സബ്ജക്ട്സിൻ്റെയും ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള സെഷനാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സർക്കിൾ സെഷൻസ്. അതായത് നിങ്ങളെ ഗ്രൂപ്പ്സ് ആക്കിയിരുത്തും. ജസ്റ്റ് ഒരു ഫ്രഷ് ആയിട്ടൊരു ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഗ്രൂപ്പ്സ് ആക്കിയിരിക്കും. സോ ദാറ്റ് ആ ഒരു 2.5 മണിക്കൂർ ബേസിക് സർക്കിളല്ലേ 2.5 മണിക്കൂർ സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് തന്നെ നിങ്ങളുടെ സ്റ്റഡി പാർട്ട്നേഴ്സിനോടൊപ്പം കമ്പൈൻ സ്റ്റഡി എഫക്റ്റ് ആയിട്ട് നടത്താൻ പറ്റും. നിങ്ങൾ മോണിറ്റർ ചെയ്യാനും നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒരു മെൻറ്റർ സപ്പോർട്ടും കാണും. അതിനുശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. മെയിൻസ് ലെവൽ പ്രോഗ്രാം ആയിരിക്കും, കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഉള്ള പ്രോഗ്രാം ആയിരിക്കും. ബേസിക് സെറ്റ് ആയതിനു ശേഷം മാത്രം എക്സ്ട്രീം സർക്കിളിൽ കയറുക. അതെടുത്ത സീറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. നിങ്ങളെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എൻ്റർ ചെയ്യിക്കുന്നത്. ഒരു 2 മന്ത് സമയം കാണും നിങ്ങളുടെ ബേസിക് സർക്കിൾ ബാച്ച് എൻ്റർ ചെയ്തതിന് ശേഷം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ എൻ്റർ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെയും ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷന് നമുക്ക് മെൻറ്റർ സപ്പോർട്ട് വേണം. ഒപ്പം നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള പാർട്ട്നേഴ്സും നിങ്ങളുടെ ഒപ്പം തന്നെ കാണും. അതിനുശേഷം വരുന്നതാണ് സൂപ്പർ ബാച്ച്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ഓരോ എക്സാമിനും മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും. CPO, CGL, ബാങ്ക് PO ഏത് എക്സാം ആയാലും ഒരു പ്രയർ 2 മന്ത് ഇത്രയും ഫേസ് കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് വേണ്ടി മാത്രമുള്ളതാണ്. ഞങ്ങൾക്ക് ഡയറക്റ്റ് സൂപ്പർ ബാച്ച് ചേർന്ന് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. കാരണം ഒരു ഡ്യൂറേഷൻ്റെ ഒരു പ്രോസസ്സ് വഴി കിട്ടുന്നൊരു റിസൾട്ടാണ് ഏതൊരു ഗവൺമെൻറ് എക്സാം. അപ്പോൾ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബേസിക് സർക്കിൾ എങ്കിലും കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ ചേരാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു
ഏതാ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ആ ഒരു വരുന്ന എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് മെൻറ്റർ സപ്പോർട്ട് വേണം. അതിനുശേഷം വരുന്ന റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പാണ്. അപ്പോൾ റിപ്പിൽ ഓൾറെഡി നിങ്ങൾ എത്രമാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ലെവലിൽ താഴെ പോകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് കീപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ആൻഡ് ഫൈനൽ സ്റ്റേജ് മോക്ക് ഇൻ്റർവ്യൂ ആണ്. എല്ലാ PO എക്സാംസിൻ്റെയും ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഏത് എറ്റിക്വറ്റിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം അവിടെ എന്തൊക്കെ പെർഫോം ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളിൽ അവയർനെസ് വേണം എന്നുള്ളൊരു ബ്രീഫിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇൻ്റർവ്യൂ പാനൽ മിക്കതും ചീഫ് ജനറൽ മാനേജേഴ്സിൻ്റെ റിട്ടയർഡ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് ജനറൽ മാനേജേഴ്സും ചീഫ് ജനറൽ മാനേജേഴ്സും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ, ഒരു അഭിമുഖം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടും, ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഓഫ്ലൈനുണ്ട് ഓൺലൈനുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ, ഇവിടെ വന്ന് പഠിക്കാനാണെങ്കിൽ ഓഫ്ലൈനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ, മറിച്ച് അല്ല വീട്ടിൽ ഇരുന്ന് തന്നെ പ്രിപ്പയർ ആണ് താല്പര്യമെങ്കിൽ ഓൺലൈൻ നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നത് വന്നിട്ട് നമ്മൾ ഇത് ഏത് ചാപ്റ്റർ എന്നറിയോ? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചേ. എ ഷോപ്പ് കീപ്പർ ബോട്ട് 50 കിലോഗ്രാം ഓഫ് റൈസ് അറ്റ് ദ റേറ്റ് ഓഫ് 29 per kilogram. അപ്പം രണ്ട് മിക്സ്ചർ ഉണ്ട്, ആദ്യത്തെ മിക്സ്ചറും രണ്ടാമത്തെ മിക്സ്ചറും. ആദ്യത്തെ മിക്സ്ചറിന് അല്ല ആദ്യത്തെ പ്രോഡക്റ്റിന് എത്ര രൂപയാണ്? 29 rupees per kilogram. ഈ റുപ്പീസ് പെർ കിലോഗ്രാം എഴുതണ്ട, എങ്കിൽ തുടക്കമായിട്ടുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ എഴുതുന്നതേ ഉള്ളൂ. ഇങ്ങനെ കിലോയ്ക്ക് 29 രൂപ വരുന്ന മിക്സ്ചർ എത്ര ക്വാണ്ടിറ്റി ഞാൻ എടുത്തു? 15 കിലോഗ്രാം എടുത്തു. ഓക്കെ, സെക്കൻഡ് മിക്സ്ചർ ഞാൻ എത്ര എടുത്തു? 25 കിലോഗ്രാം എടുത്തു. 25 കിലോഗ്രാം എടുത്തു. കിലോയ്ക്ക് എത്ര വെച്ചാൽ? 20 കിലോഗ്രാം, അല്ല 20 rupees per kilogram. ഇപ്പം നമ്മളിവിടെ മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിലോയ്ക്ക് 29 രൂപ വില വരുന്ന ഒരു മിക്സ്ചറും കിലോയ്ക്ക് 20 രൂപ വില വരുന്നൊരു മിക്സ്ചറും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യും? 15:25 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് വെട്ടുമ്പോൾ 3:5. അതായത് 3:5 എന്നുള്ള റേഷ്യോയിൽ ഇത് മിക്സ് ചെയ്യാൻ നേരം കിട്ടുന്ന ഒരു മുതലുണ്ടല്ലോ, ഒരു അളവ്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര, അല്ലെങ്കിൽ അതിന് ആ ഒരു മുതലിൻ്റെ വില കിലോയ്ക്ക് എത്ര ആയിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് അലിഗേറ്റഡ് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ നടുക്കത്തെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് കാര്യം മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നടുക്കത്തെ എഫക്റ്റ് കണ്ടുപിടിക്കുന്ന x ഈസ് ഈക്വൽ ടു 29 ഇൻറ്റു റേഷ്യോയിലെ 3 പ്ലസ് 20 ഇൻറ്റു റേഷ്യോയിലെ 5 ബൈ 3 + 5. അപ്പോൾ എത്ര? 29 ഗുണം 3 പ്ലസ് 20 ഗുണം 5 ബൈ 3 പ്ലസ് 5 എത്ര വരും? 29 ഗുണം 3 87. 87 100 187 ബൈ 8. അതായത് ഇത്രയും രൂപ, ഞാനിത് ചെയ്തെടുക്കുന്നില്ല, ഞാനിത് പറയാം. ഇത്രയും രൂപ പെർ കിലോഗ്രാം ആയിരിക്കും എന്ത്? കോസ്റ്റ് പ്രൈസ് ഓഫ് മിക്സ്ചർ. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? കിലോയ്ക്ക് 27 രൂപയ്ക്കാണ് ഞാനിത് വിൽക്കുന്നത്. അപ്പം എനിക്ക് എത്ര കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് എത്ര രൂപ ലാഭം കിട്ടും? ലാഭം എങ്ങനെയാണ് കാണുന്നത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലേ? അതായത് 127 മൈനസ് 187 ബൈ 8. 27 ഗുണം 8 160, 56, 216. 216 മൈനസ് 187 എത്ര? 29. 29 ബൈ 8 രൂപ. അതായത് 1 കിലോ വിൽക്കുമ്പോൾ എനിക്ക് 29 ബൈ 8 എത്രയാണോ അത്രയും രൂപ എനിക്ക് ലാഭമായിട്ട് കിട്ടും. ഇവിടെ എത്ര കിലോയാണ് ഞാൻ വിറ്റേ? 15 കിലോയും എത്ര? 25 കിലോയും രണ്ടും കൂടെ കൂട്ടും മൊത്തത്തിൽ 40 കിലോഗ്രാം ഓഫ് മിക്സ്ചർ എൻ്റെ കയ്യിലുണ്ട്. 1 കിലോഗ്രാം മിക്സ്ചറിന് 29 ബൈ 8 രൂപ. 1 കിലോഗ്രാം ഓഫ് മിക്സ്ചറിന് എത്ര? 29 ബൈ 8 രൂപ ലാഭം കിട്ടും. അങ്ങനെയെങ്കിൽ 40 കിലോഗ്രാം ഓഫ് മിക്സ്ചറിന് എത്ര രൂപ ലാഭം കിട്ടും? ഗുണം 40 ചെയ്യണം. 29 ബൈ 8 ഗുണം 40. 8 കൊണ്ട് കിട്ടുമ്പോൾ 5. 29 ഇൻറ്റു 5 എത്ര? 100ഉം 45. 145 രൂപയായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഞാൻ ഈ നിറച്ച് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കേണ്ട. കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും കാണാവുന്ന രീതി എഴുതി വെച്ചേക്കുന്ന. ആക്ച്വലി 1, 2, 3 സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വ്യൂവേഴ്സിനും ബിഗിനേഴ്സിനും കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻ എഴുതി വെച്ചിട്ടുണ്ടെന്നാൽ ആക്ച്വലി നിങ്ങൾ കാൽക്കുലേഷൻ ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ സ്ട്രാറ്റജി സെറ്റാക്കി ടേബിൾസും ഓപ്പറേഷൻസും ഒക്കെ സെറ്റായി ചെയ്ത് പഠിച്ചാൽ ഒരു 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സ്കിം ചെയ്യാം, പെട്ടെന്ന് വായിക്കാൻ പറ്റും. നിങ്ങളുടെ കൈ ഇതിനിപ്പോൾ ഓടി തുടങ്ങും. ഒരു 3-4 സ്റ്റെപ്പിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ബിഗിനേഴ്സിൻ്റെയും കൂടെ കംഫർട്ടിന് വെച്ചിട്ട് നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ ആരും ഈയിടെ കമൻറ്റ് ചെയ്തായിരുന്നു ഷോർട്ട് കട്ടിൽ. ആക്ച്വലി ഇത് തന്നെയാണ് ഷോർട്ട് കട്ട്. അത് എലാബറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഇല്യൂഷനായിട്ട് തോന്നുന്നു. ഓക്കെ, പിന്നെ ഷോർട്ട് ഇല്ലാത്ത ക്വസ്റ്റിന് നമ്മൾ പോകുന്നുണ്ട്. അവിടെ കൺസെപ്റ്റ് നമ്മൾ പിടിച്ചു വെക്കണം. എല്ലാ ക്വസ്റ്റിനും ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മോക്ക് ടെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാൽക്കുലേഷൻ ഫ്ലോ ആണ്. എപ്പോഴേലും നിങ്ങളൊരു കാൽക്കുലേഷൻ നിർത്തി അയ്യോ ചെയ്തത് ഒന്നുകൂടെ പോയി നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത്രയും സമയ നഷ്ടം ഉണ്ടാവും. എങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കാമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കിയേ, മിൽക്കും വാട്ടറും അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇനിഷ്യലി എത്ര? 2:3 റേഷ്യോ. അതിൽ നിന്ന് 10 ലിറ്റർ മിക്സ്ചർ ഞാൻ മാറ്റി ആൻഡ് പിന്നെ അതിനെ മിൽക്ക് വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. ഈ പ്രോസസ്സ് ഞാൻ 2 തവണയും കൂടെ അധികം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആദ്യം 1 തവണ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെയും 2 തവണ ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ എത്ര തവണ ഈ പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തു? 3. 2 + 2 3. എങ്കിൽ ഫൈനൽ മിക്സ്ചറിലെ പാലിൻ്റെ ശതമാനം എത്ര? അപ്പോൾ നോക്കിയേ, മിൽക്കും വാട്ടറും 2:3 അല്ലേ റേഷ്യോ. അതായത് രണ്ടും കൂടെ എത്ര ഉണ്ട്? 5 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 100 ലിറ്റർ. രണ്ടും കൂടെ 100 ലിറ്റർ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. 5 എങ്ങനെ 100 ഗുണം 20. അങ്ങനെയെങ്കിൽ പാലും വാട്ടറും ഗുണം 20 40 ലിറ്റർ, വെള്ളം 60 ലിറ്റർ. രണ്ടും എത്ര? 40 ലിറ്ററും 60 ലിറ്ററും ആയിരിക്കും മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും അളവെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ ഉപയോഗിക്കാൻ വന്ന് കഴിഞ്ഞ തവണ പറഞ്ഞൊരു ഇക്വേഷനാണ്. ഫൈനൽ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ ഇൻറ്റു 1 മൈനസ് ക്വാണ്ടിറ്റി റീപ്ലേസ്ഡ് ബൈ ഇനിഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ. ഇനിഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഏതാണെങ്കിലും എടുക്കണം. ടോട്ടൽ ക്വാണ്ടിറ്റി ദ ഹോൾ റേസ് ടു n. എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു. 6 എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ലിറ്ററാണ്, അതായത് ഓരോ തവണയും എടുത്തു മാറ്റുന്ന എത്ര അളവാണെന്നുള്ളത്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യലി ഈ പറയുന്ന അതിപ്പം വാട്ടറിൻ്റെ അളവാണ് വേണ്ടെങ്കിൽ ഇനിഷ്യലി വാട്ടർ എത്ര ഉണ്ടായിരുന്നു, ടോട്ടലിൽ രണ്ടും കൂടെ എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാൽ ഫൈനൽ ക്വാണ്ടിറ്റി ഞാൻ ആദ്യം വെള്ളമാണ് ചെയ്യുന്നത്. ഇനിഷ്യലി വെള്ളം എത്ര ഉണ്ടായിരുന്നു? 60 ഉണ്ടായിരുന്നു. വെള്ളം 60 ഉണ്ടായിരുന്നു. ഇൻറ്റു 1 മൈനസ് എത്ര മിക്സ്ചറാണ് മാറ്റുന്നത് ഓരോ തവണയും? 10 ലിറ്റർ വെച്ച് മാറ്റുന്നു. 10 ഇനിഷ്യൽ ക്വാണ്ടിറ്റി എത്ര? 10/100. അതായത് ടോട്ടൽ ക്വാണ്ടിറ്റി തുടക്കത്തിൽ 100 ഉണ്ടായിരുന്നു. ഇങ്ങനെ എത്ര തവണ കണ്ടിന്യൂ ചെയ്തു? ഇൻറ്റു n. ഇപ്പം ചെയ്യാൻ നേരം 60 ഇൻറ്റു 9/9³ 10³ അപ്പോൾ 1 പോകാൻ നേരം 729 ഇൻറ്റു 6 ബൈ എത്ര? 100 വരും. അതായത് 72 ഇൻറ്റു 6 എത്ര? 720 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 432. 32 54 43.74 43.74 ലിറ്റർ എന്ത്? ഫൈനലി 43.74 ലിറ്റർ വെള്ളമാണ്. അപ്പം ബാക്കി ഇത് പോയാൽ ബാക്കി എന്തോ ഉള്ളത്? മിൽക്ക്. അപ്പം 100 നിന്ന് 43.74 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്? 56.26 ലിറ്റേഴ്സ് എന്തായിരിക്കും? വെള്ളമായിരിക്കും. അപ്പോൾ 100-ൽ 56.24 പാലായിരിക്കും. വെള്ളമല്ല, പാലായിരിക്കും. അപ്പോൾ പെർസെൻറ്റേജ് എത്ര? 100നെ ബേസ് ചെയ്താണ് പറയുന്നതെങ്കിൽ ആ നമ്പർ തന്നെ പെർസെൻറ്റേജ് കേട്ടോ, ചെയ്യാനായിട്ട് നിൽക്കല്ലേ. 100-ൽ 56.26 പാലാണ്. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര വരും? 56.26% വരും. ഓപ്ഷൻ ഫസ്റ്റ് വരും. അപ്പം നിങ്ങൾ മൊത്തം കുറയ്ക്കാൻ നിൽക്കേണ്ട 0.74. അപ്പം 100നെ 100.00 എന്ന് എഴുതിക്കൂടാ. അപ്പം 100 നിന്ന് 74 പോകാൻ നേരം എത്ര? 26 വരുന്നത്. ഓപ്ഷനിൽ നോക്കിക്കോണം 26, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസ് 6 വരത്തുള്ളൂ. അത് ഒറ്റ ഓപ്ഷനെ കാണത്തുള്ളൂ. അത് അപ്പം തന്നെ കുത്തിക്കോണം. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയേ. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? റേഷ്യോ ഇൻ വിച്ച് ടീ കോസ്റ്റിംഗ് 192 രൂപ പെർ കിലോഗ്രാം. അപ്പം 192 രൂപ വില വരുന്ന ഫസ്റ്റ് വെറൈറ്റി ഓഫ് ടീ. കിലോയ്ക്ക് 192 രൂപ വരുന്നത് ഏതുമായിട്ട് മിക്സ് ചെയ്തു? കിലോയ്ക്ക് 150 രൂപ വില വരുന്ന രണ്ടാമത്തെ മിക്സ്ചറുമായിട്ട് ഞാൻ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മുതൽ അറിയത്തില്ല, എത്രയോ രൂപയുടെ മുതൽ കിട്ടി. അപ്പോൾ പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 20% പ്രോഫിറ്റ് കിട്ടി. ഞാനെങ്കിൽ ഇത് ഓരോന്നും എത്ര കപ്പ് വെച്ചാൽ എത്ര രീതിയിൽ മിക്സ് ചെയ്യണം, ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കണം. നമ്മൾ അഗ്രിഗേഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഇവിടെ ഒരു വാല്യൂ കിട്ടും അല്ലേ?
അപ്പം ഇതും കൂടെ കുറച്ചിട്ട് ഇവിടെ ഇതും കൂടെ കുറച്ചിട്ട് ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇതും കൂടെ കുറച്ചിട്ട് ഇവിടെ ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പം നടുക്കത്തെ വാല്യൂ നമ്മൾ എങ്ങനെ കിട്ടും നോക്കി? 20% ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കിട്ടുന്നത് എന്താ? എനിക്ക് കോസ്റ്റ് പ്രൈസാണ്. രണ്ട് മിക്സ്ചറും കൂടെ, അതായത് ആദ്യത്തെ എൻ്റെ കോസ്റ്റ് പ്രൈസും രണ്ടാമത്തെ എൻ്റെ കോസ്റ്റ് പ്രൈസും തന്നിട്ടുണ്ട്. അത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും. അതെനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്കത് ഏത് വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതറിയാം. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എത്ര? 20% എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രാക്ഷൻ 1/5, അതായത് 5 യൂണിറ്റ് രൂപയ്ക്ക് വിൽക്കുവാണേ 1 യൂണിറ്റ് രൂപ എനിക്ക് ലാഭം കിട്ടും. അപ്പോൾ എത്ര സെല്ലിംഗ് പ്രൈസ് എത്ര? ഞാൻ വിൽക്കുന്ന വില എത്ര? 5+1 6 യൂണിറ്റ് ആയിരിക്കും എൻ്റെ സെല്ലിംഗ് പ്രൈസിനെ കാണിക്കുന്നത്. അപ്പം 6 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 194.40 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 194.40 ബൈ 6 റുപ്പീസ് ആയിരിക്കും. 19-ൽ 3 തവണ, 14-ൽ 2 തവണ, 24-ൽ 4 തവണ. അപ്പം 32.4 റുപ്പീസ് ആയിരിക്കും 1 യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണ്ടേ? ഇതല്ലേ കോസ്റ്റ് പ്രൈസ്, അതായത് 5 യൂണിറ്റ് രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് 1 രൂപ ലാഭം കിട്ടി. അങ്ങനെ 6 രൂപയ്ക്ക് വിറ്റപ്പോഴാണ് 1 രൂപ ലാഭം കിട്ടിയത്. അപ്പോൾ 5 എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പം 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര? ഇൻറ്റു 32.4. അപ്പോൾ 2 വരും. 16ഉം 32 ഇൻറ്റു 5 160. 160ഉം 2 162. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര വരും? 162. അതായത് മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് 162 എന്ന് വന്നു. 162. ഇനി ഇത് മൈനസ് ചെയ്തേ. 30. ഇതെത്ര വരും? 12 വരും. 6 കൊണ്ട് വെട്ടാൻ നേരം 2, 6 കൊണ്ട് വെട്ടാൻ നേരം 5. അപ്പോൾ റേഷ്യോ എന്താണ്? 2:5 എന്നുള്ള റേഷ്യോയിൽ ഫസ്റ്റ് പാക്കറ്റ് ഓഫ് ടീയും സെക്കൻഡ് പാക്കറ്റ് ഓഫ് ടീയും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് 162 രൂപ മുതലിന് കിലോയ്ക്ക് വില വരുന്ന ഒരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ കണ്ടെയ്നർ കണ്ടെയ്ൻസ് 60 കിലോഗ്രാം ഓഫ് മിൽക്ക്. ഓക്കെ, ഫ്രം ദിസ് കണ്ടെയ്നർ 6 കിലോഗ്രാം ഓഫ് മിൽക്ക് മാറ്റിയിട്ട് വെള്ളം വെച്ച് റീപ്ലേസ് ചെയ്തു. ദ പ്രോസസ് വർ റിപ്പീറ്റഡ് ഫർദർ 2 times ദി എമൗണ്ട് ഓഫ് മിൽക്ക് ലെഫ്റ്റ് ഇൻ ദ കണ്ടെയ്നർ ഈസ്. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ ഫൈനൽ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ ഇൻറ്റു 1 മൈനസ് r ബൈ ടോട്ടൽ ദി ഹോൾ റേസ് ടു n. അപ്പം നോക്കിയേ, ഇനിഷ്യലി എത്ര മിൽക്ക് ഉണ്ടായിരുന്നു? 60 കിലോഗ്രാം മിൽക്ക് ഉണ്ടായിരുന്നു. 1 മൈനസ് റിപ്ലേസ്ഡ് വാല്യൂ എത്ര? 6. ടോട്ടൽ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 60 കിലോഗ്രാം മിൽക്ക് തന്നെ, 60. ഈ പ്രോസസ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? ആദ്യം 1 ചെയ്തു, അതിന് ശേഷം പിന്നെയും 2 തവണ ചെയ്തു. അപ്പം മൊത്തത്തിൽ 1 + 2. ഈ പ്രോസസ്സ് എന്നിൻ്റെ വാല്യൂ എന്താ? എത്ര തവണ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. 3 തവണ റിപ്പീറ്റ് ചെയ്തു 60 കിലോഗ്രാം. അപ്പം 60 ഇൻറ്റു ഇത് 1/10 വരുവേ. അപ്പം 10 - 1 9/10 ഇൻറ്റു 9 ക്യൂബ് ബൈ 10 ക്യൂബ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ സെയിം കാൽക്കുലേഷൻ അല്ലേ? എന്ത് തന്നെ വരും? 729 × 6/100. അതായത് 43.74 കിലോഗ്രാം മിൽക്കായിരിക്കും. ഇങ്ങനെ 10 അല്ലെങ്കിൽ 6 കിലോഗ്രാം മിൽക്ക് മാറ്റി വെള്ളം നിറച്ചു 3 തവണ ചെയ്യുമ്പോൾ എനിക്ക് ഫൈനലി കിട്ടുന്ന പാലിൻ്റെ അളവ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി. ഫോർമുല ആലോചിച്ച് വെച്ചേക്കണേ. മുമ്പ് ചെയ്ത പ്രോബ്ലം ഈ ചെയ്ത പ്രോബ്ലം എന്നൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇനിഷ്യൽ ക്വാണ്ടിറ്റി മിൽക്കിൻ്റെത്. മറ്റേത് ടോട്ടൽ എത്ര ആയിരുന്നു? 100 ലിറ്റർ ഉണ്ടായിരുന്നു. പഴയ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം അതിൽ 100 ലിറ്റർ വെള്ളവും പാലും കൂടെ ചേർന്നായിരുന്നു. ഇവിടെ ഇനിഷ്യലി ഉള്ളത് പാല് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് വ്യത്യാസം. കണക്ട് ചെയ്ത് പഠിച്ചോണ്ട് തിരിഞ്ഞു പോകല്ലേ. എങ്കിലും അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. Okay, milk can contains a mixture of milk and water. The total volume of the mixture is 80 liter. The ratio of milk and water in a can is 2:3. അപ്പോൾ ആദ്യം മിൽക്കും ഉണ്ട് വാട്ടറും ഉണ്ട്. അതിൻ്റെ ഇനിഷ്യൽ റേഷ്യോ എത്ര? 2:3. ഇനി പറഞ്ഞേക്കുന്നത് എന്തുവാ? റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ എ ക്യാൻ ഇസ് ഹൗ മച്ച് മിൽക്ക് മസ്റ്റ് ബി ആഡഡ് ടു ദ മിക്സർ സോ ദാറ്റ് റേഷ്യോ ഓഫ് മിൽക്ക്. ഇത് ഫൈനൽ എത്ര വരുന്നത്? ഫൈനലി ഇവരുടെ റേഷ്യോ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും 2:1 ആയിരിക്കും വരുന്നത്. ഇനി നോക്കിക്കേ,
തുടക്കത്തിൽ 80 ലിറ്റർ ഉണ്ടായിരുന്നു, അതിലോട്ട് എന്ത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ? മിൽക്ക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസമില്ല. അപ്പോൾ ആദ്യം 3 യൂണിറ്റ് അല്ലെ 3 കപ്പ് പാലുണ്ടെന്ന് പറയുന്നുണ്ട്. 2 കപ്പ് മിൽക്കാണെങ്കിൽ 3 കപ്പ് വാട്ടർ ആയിരിക്കണം, ആ ഒരു റേഷ്യോയിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫൈനൽ റേഷ്യോയിൽ 2:1, 1 കപ്പ് മിൽക്കേ വെള്ളമേ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ആദ്യം 3 അവസാനം 3 വേണം. അപ്പോൾ അത് ഈക്വൽ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനെ മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 6:3 വെട്ടിപ്പോയാലും 2:1 കിട്ടുന്നത്, റേഷ്യോയ്ക്ക് വ്യത്യാസമില്ല. ഇതിനെ അങ്ങനെ തന്നെ എടുത്തെഴുതി. അപ്പം നോക്കിക്കേ, ആദ്യം 3 യൂണിറ്റ് വാട്ടർ ഉണ്ടെങ്കിൽ അവസാനം 3 യൂണിറ്റ് വാട്ടർ. എത്ര അഡീഷണൽ ചേർത്തേ? +4 യൂണിറ്റ് മിൽക്കാണ് അഡീഷണൽ ചേർത്തത്. അപ്പോൾ ആദ്യം ഇനിഷ്യലി എത്ര? 2+3 എത്ര ലിറ്റർ ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്? 2+3 5 യൂണിറ്റ് ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്നതാണ് എത്ര ലിറ്റർ? 80 ലിറ്റർ. അതായത് 5നെ എന്ത് ചെയ്യും? 16 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ എനിക്ക് 80 ലിറ്റർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്തത് 4 ലിറ്റർ അല്ലേ? എങ്കിൽ 4 കറസ്പോണ്ട്സ് ടു 5 യൂണിറ്റ് എന്ന് പറയുന്നത് 80 ആണെങ്കിൽ 4 എന്ന് പറയുന്നതും സെയിം ചേഞ്ച് വരുത്തണം. ഗുണം 16, 64 ലിറ്റേഴ്സ് ആയിരിക്കും എൻ്റെ ആൻസർ. ഈ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? അഡീഷണലി ആഡ് ചെയ്ത മിൽക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ എൻ്റെത് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും മിക്സ്ഡ് ആൻഡ് ഡെലിഗേഷൻ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്താലേ ഏതൊരു ട്രിക്കും ഏതൊരു പുതിയ മെത്തേഡും എസ്പെഷ്യലി കണക്കിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ചെയ്യിക്കണം, ഒത്തിരി ചെയ്യണം. ഒത്തിരി തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിനെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ദാറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ മറക്കാത്തത് എപ്പോഴും നമ്മുടെ മിസ്റ്റേക്സ് ആയിരിക്കും. അപ്പം കണക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവണം. അപ്പോൾ ഫർദർ അങ്ങോട്ട് പോകുന്ന ടോപ്പിക്സ് നമുക്ക് ഇതുപോലെ പഠിച്ചു പോകാം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ജോമെട്രി അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വാൻസ് മാത്ത് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒപ്പം പഠിച്ചു പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ബൈ.